Good morning, dear friends. Once again, welcome back to my channel. +1 അക്കൗണ്ടൻസി ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന് വേണ്ടി തീവ്രമായി പഠിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന വീഡിയോകളാണിവ. മുൻ വർഷത്തെ 10 വർഷത്തെ ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും ചാപ്റ്റർ വൈസ് അനാലിസിസ് നടത്തി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഈ വീഡിയോ കണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്താൽ പൊതുപരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കും വാങ്ങാം എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റായി അയക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് ഇത് വീഡിയോ സീരീസുകളിൽ 12ാമത്തെ സീരീസാണ്. ഇതില് ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് അക്കൗണ്ടൻസിയുടെ 9ാമത്തെ ചാപ്റ്ററായ അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് അഥവാ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന ഭാഗത്തിലെ കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. പാഠത്തിന്റെ സമ്മറിയും ഒപ്പം 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അവയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ചാപ്റ്റർ വൈസ് അനാലിസിസ് നടത്തിയ വിവരങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്? അതിന്റെ അർത്ഥം എന്താണ്? മീനിങ്: ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് റെഫേഴ്സ് ടു lack of accounting records according to the double entry system. It is an incomplete, unscientific and unsystematic method of keeping the books of accounts of a trader. Incomplete records എന്നത് ഡബിൾ എൻട്രി സിസ്റ്റത്തിന്റെ ഒരു പോരായ്മ. ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിലെ അതാണ് ഔദ്യോഗികമായി നാം ഉപയോഗിക്കുന്ന അക്കൗണ്ടിംഗ് സിസ്റ്റം, ഡബിൾ എൻട്രി സിസ്റ്റം. ഏതൊരു ട്രാൻസാക്ഷനും 2 ആസ്പെക്റ്റ് ഉണ്ടാകണം എന്ന് പറയപ്പെടുന്നതാണ് ഡബിൾ എൻട്രി സിസ്റ്റം. എന്നാൽ ഈ സിംഗിൾ എൻട്രി സിസ്റ്റം അഥവാ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് പറയുന്നത് ഒരു സാധാരണ ട്രേഡർ അദ്ദേഹത്തിന്റെ കണക്ക് പ്രത്യേകമായിട്ട് ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യാതെ അദ്ദേഹത്തിന് സ്വന്തമായി മനസ്സിലാക്കത്തക്ക രീതിയിൽ മാത്രം തയ്യാറാക്കുന്ന സിസ്റ്റമാണ്. ഇത് വേറൊരാൾക്ക് മനസ്സിലാകണമെന്ന് ഇല്ല. അതിനാലാണ് ഇറ്റ് ഈസ് ആൻ ഇൻകംപ്ലീറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് അൺസയന്റിഫിക് ആണ്. സയന്റിഫിക് മെത്തേഡ് അല്ല ഇത്. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് അൺസിസ്റ്റമാറ്റിക് റെക്കോർഡ്സ് ആണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഡബിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് മാറ്റപ്പെടണം. അപ്പൊ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റവും അവയുടെ ഡബിൾ എൻട്രി സിസ്റ്റത്തിലേക്കുള്ള മാറ്റത്തെക്കുറിച്ചുമാണ്. അപ്പോൾ എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്? ഇത് ഒരു അപൂർണമായ അക്കൗണ്ടിംഗ് സിസ്റ്റമാണ്. പൂർണ്ണതയില്ലാത്ത ഒരു അക്കൗണ്ടിംഗ് സിസ്റ്റമാണ്. ഇതിന് സാങ്കേതികത്വം കുറവാണ്. അൺസയന്റിഫിക്. ഇതൊരു സിസ്റ്റമാറ്റിക് അല്ല, കൃത്യതയുള്ളതല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇവ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുന്ന അക്കൗണ്ടിംഗ് സിസ്റ്റം അല്ല എന്നുള്ളതാണ് സിംഗിൾ എൻട്രി സിസ്റ്റം അഥവാ ഇൻകംപ്ലീറ്റ് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ഇതിൽ നാം പ്രധാനമായും പഠിക്കുന്നത് പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ ലാഭം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിനെ ഡബിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിലും ഈ ലാഭം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്ന് നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിന്റെ ഭാഗമാണ് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ, നമ്മുടെ വർഷാവസാനത്തെ ക്യാപിറ്റലിൽ നിന്ന് അതിന്റെ കൂടെ
ആ വർഷത്തെ ഡ്രോയിങ്സ് കൂടെ ആഡ് ചെയ്യുക. ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ, അതിനോടൊപ്പം ആഡ് ഡ്രോയിങ്സ് ഡ്യൂറിംഗ് ദ ഇയർ അതുകൂടെ ആഡ് ചെയ്യുന്നു. അതിൽ നിന്ന് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ, നിലവിലെ വർഷത്തിൽ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഥവാ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. അപ്പോൾ കിട്ടുന്ന ആൻസറിനെ വിളിക്കുന്ന പേര് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. അതായത് ക്ലോസിംഗ് ക്യാപിറ്റലിനോടൊപ്പം ഡ്രോയിങ്സ് ആഡ് ചെയ്ത് അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ അറ്റ് ദി എൻഡ്. അതിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റലിലൂടെ മൈനസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കിട്ടും. ഇവിടെ പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ അത് പ്രോഫിറ്റും, നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ അത് ലോസും ആയിരിക്കും. ഈ ഒരു ഫോർമാറ്റ് നാം പഠിച്ച് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. എ പാർട്ടിലും ബി പാർട്ടിലും 1, 2, 3, 4 മാർക്കുകൾക്ക് സാധാരണ ചോദിച്ചു കാണുന്ന ഭാഗമാണിത്. അടുത്തതായിട്ട് നാം കാണാൻ പോകുന്നത് ഫോർമാറ്റ് ഓഫ് ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട്. ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ആണ് ഇത്. സിംഗിൾ എൻട്രി സിസ്റ്റത്തെ ഡബിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടി വരുന്ന അക്കൗണ്ടുകളാണ്. അതിൽ ഒന്നാമത്തത് ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട്. ഇത് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഉദ്ദേശം ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസ് എത്രയാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. ചില സാഹചര്യങ്ങളിൽ ഓപ്പണിംഗ് ബാലൻസോ, അതായത് ഈ റെഡ് കളറിൽ കാണുന്ന ഓപ്പണിംഗ് ബാലൻസോ ക്ലോസിംഗ് ബാലൻസോ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ക്യാഷിന്റെ അളവോ അഥവാ ക്രെഡിറ്റ് സെയിൽസോ, ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം കണ്ടെത്തുന്നതിന് വേണ്ടിയായിരിക്കും നമ്മൾ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സാധാരണയായി ഏറ്റവും കൂടുതൽ സാധ്യത ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് ക്രെഡിറ്റ് സെയിൽസ് കണ്ടെത്തുക എന്നുള്ളതിനാണ്. ഇതിലെ ഐറ്റംസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ ഓപ്പണിംഗ് ബാലൻസ്, അതായത് ഡെറ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും, അത് നേരെ എടുത്ത് എഴുതുക. ബിൽസ് റിസീവബിൾ ഡിസോണർ ആയിട്ടുണ്ടെങ്കിൽ അവയുടെ എമൗണ്ട്, അപ്പൊ ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ടുണ്ടാവും. ബിൽസ് റിസീവബിൾ ഡിസോണേഡ് എന്ന് തന്നിട്ടുണ്ടാവും, അവയുടെ എമൗണ്ട് എഴുതുക. ഇനി ചെക്ക് വല്ലതും നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഡിസോണർ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ എമൗണ്ട് എഴുതുക. പിന്നെ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് ബൈ ക്യാഷ്, ഡെറ്റേഴ്സിന്റെ നിന്നും കിട്ടിയ ക്യാഷ്, അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ചെക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ബൈ ചെക്ക് റിസീവ്ഡ്, ബൈ ബാങ്ക് എന്ന് എഴുതുന്നു. ബിൽസ് റിസീവബിൾ വല്ലതും നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ബൈ ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞ എമൗണ്ട് എഴുതുന്നു. നമ്മൾ ഡിസ്കൗണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസ് ആണ്. ബാഡ് ഡെറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസ് ആണ്. സെയിൽസ് റിട്ടേൺ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുക. ക്ലോസിംഗ് ബാലൻസും കാണിക്കുക. എന്നിട്ട് ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ സാധാരണയായി ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ. ആ എമൗണ്ട് തന്നെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. എന്നിട്ട് ഡെബിറ്റ് സൈഡിലെ ബാക്കി 3 ഐറ്റവും കൂടെ കുറയ്ക്കുമ്പോൾ മിച്ചം കിട്ടുന്ന തുകയാണ് ക്രെഡിറ്റ് സെയിൽസ് ആയിട്ട് മാറ്റപ്പെടുന്നത്. അപ്പോൾ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് കഴിഞ്ഞു. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ഫോർമാറ്റ് ഓഫ് ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. ഡെറ്റേഴ്സുമായി വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റൊരു അക്കൗണ്ട് ആണ് ബിൽസ് റിസീവബിൾ. നമുക്ക് ഗുഡ്സ് കടമായി വാങ്ങിക്കൊണ്ട് പോയിട്ട് പകരം നിശ്ചിത ദിവസം തന്നുകൊള്ളാം എന്ന് പറഞ്ഞ് നമ്മൾക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങിച്ച കസ്റ്റമർ എഴുതി തന്നിരിക്കുന്ന ഡോക്യുമെന്റ് ആണ് ബിൽസ് റിസീവബിൾ. അപ്പൊ ഈ ബിൽസ് റിസീവബിളും ഡെറ്റേഴ്സുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ടാണ് ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബിൽസ് റിസീവബിൾ അക്കൗണ്ടൂടെ ഒപ്പം പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നത്. ഇതിന്റെ ഓപ്പണിംഗ് ബാലൻസ്, ഇത് ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞ് കാണിക്കുന്നു. രണ്ടാമതായിട്ട് ക്യാഷ് ബൈ ക്യാഷ് ബിൽസ് റിസീവബിൾ കളക്റ്റഡ് ബൈ സൺട്രി ഡെറ്റേഴ്സ്. ബിൽസ് റിസീവബിൾ ഡിസോണർ ആയിട്ടുണ്ടെങ്കിൽ അത് ബൈ ബാലൻസ് ക്യാരി ഡൗൺ, ക്ലോസിംഗ് ബാലൻസ് ആണ്. ഈ ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും സാധാരണ രീതിയിൽ കൂടുതൽ. ആ എമൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. അതിൽ നിന്ന് ഓപ്പണിംഗ് ബാലൻസ് മൈനസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ബാലൻസിങ് ഫിഗർ ആയിട്ട് കിട്ടുന്നത് സൺട്രി ഡെറ്റേഴ്സ് ആയിരിക്കും. ആ എമൗണ്ട് ആണ് നമ്മൾക്ക് സാധാരണയായിട്ട് ഈ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഈ എമൗണ്ട് എടുത്ത് നമ്മൾ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ ഉപയോഗിക്കേണ്ടി വരും. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്.
ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഉദ്ദേശം ക്രെഡിറ്റ് പർച്ചേസ് കണ്ടെത്തുക എന്നുള്ളതാണ്. ക്രെഡിറ്റ് പർച്ചേസ് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് പരിചയപ്പെടാം. സാധാരണ അക്കൗണ്ട് പോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ വരും. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ ഓപ്പണിംഗ് ബാലൻസ്. ബൈ ബിൽസ് പേയബിൾ ഡിസോണേറ്റ്. അതിനുശേഷം ഡെബിറ്റ് സൈഡിൽ ബിൽസ് പേയബിൾ പെയ്ഡ് ടു ക്യാഷ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ടു പർച്ചേസ് റിട്ടേൺ, ടു ബാലൻസ് ക്യാരി ഡൗൺ. ഈ ഡെബിറ്റ് സൈഡ് ആയിരിക്കും സാധാരണ രീതിയിൽ കൂടുതൽ. ആ എമൗണ്ട് ഇവിടെ എഴുതുന്നു. അതിൽ നിന്ന് ക്രെഡിറ്റ് സൈഡിലെ 2 ഐറ്റം കുറയ്ക്കുമ്പോൾ ബാലൻസിങ് ഫിഗർ ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് ക്രെഡിറ്റ് പർച്ചേസസ് ആയിരിക്കും. ആ ക്രെഡിറ്റ് പർച്ചേസസ് ആണ് ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നത്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. അടുത്തത് ബിൽസ് പേയബിൾ അക്കൗണ്ട്. ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടും ബിൽസ് റിസീവബിളും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ബിൽസ് പേയബിളും തമ്മിൽ അതേ ബന്ധങ്ങളാണുള്ളത്. അപ്പോൾ ഇവിടെ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് സൺട്രി ക്രെഡിറ്റേഴ്സിലേക്ക് എഴുതാനുള്ള ബിൽസ് പേയബിളിന്റെ എമൗണ്ട് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ, ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ്, ബിൽസ് പേയബിൾ ഡിസ്ചാർജ്, ടു സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ ഡിസോണേറ്റ്, ക്ലോസിംഗ് ബാലൻസ് ടു ബാലൻസ് ക്യാരി ഡൗൺ. ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് ടോട്ടൽ ചെയ്യുന്നു. ആ എമൗണ്ട് ഇവിടേക്ക് എഴുതുന്നു. അതിൽ നിന്ന് ക്രെഡിറ്റ് സൈഡിലെ ഓപ്പണിംഗ് ബാലൻസ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് സൺട്രി ക്രെഡിറ്റേഴ്സ് ബാലൻസിങ് ഫിഗർ കിട്ടുന്നു. ഇതാണ് നമ്മൾക്ക് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ എഴുതേണ്ട ഫിഗർ. ഇത് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ബിൽസ് പേയബിൾ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തത്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ പർച്ചേസസ്. ചില ക്വസ്റ്റ്യനുകളിൽ ടോട്ടൽ പർച്ചേസ് കാണുന്നത് ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ കാണേണ്ടത് ടോട്ടൽ പർച്ചേസസ് ഈസ് ഈക്വൽ ടു ക്യാഷ് പർച്ചേസസ് പ്ലസ് ക്രെഡിറ്റ് പർച്ചേസസ്. ക്വസ്റ്റ്യനിൽ ക്യാഷ് പർച്ചേസ് സെപ്പറേറ്റ് തന്നിട്ടുണ്ടാകും. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് പർച്ചേസ് കിട്ടും. അവ തമ്മിൽ ടോട്ടൽ ചെയ്താൽ ടോട്ടൽ പർച്ചേസസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ വേറെ ചോദിക്കാൻ സാധ്യതയുള്ളത് കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ സെയിൽസ് അക്കൗണ്ട്. ടോട്ടൽ സെയിൽസ് ഈസ് ഈക്വൽ ടു ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസ്. ക്യാഷ് സെയിലും ക്രെഡിറ്റ് സെയിലും കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ സെയിൽസ് കിട്ടും. ക്രെഡിറ്റ് സെയിൽ നമുക്ക് ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗറാണ്. ക്യാഷ് സെയിൽസ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയി തന്നിട്ടുണ്ടാവും. ഇവ തമ്മിൽ ആഡ് ചെയ്താൽ ടോട്ടൽ സെയിൽസ് നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്ത ഭാഗം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ്. ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ് ക്യാൻ ബി അസർടൈൻഡ് ഫ്രം ദ ഡാഷ്. 2010 മാർച്ചില് ചോദിച്ച ചോദ്യമാണ്. ആൻസർ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് എന്നാണ് പറയുന്നത്. ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ് ക്യാൻ ബി അസർടൈൻഡ്. ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾക്ക് ലഭിക്കുന്നത് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെയാണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ഡാഷ് അസറ്റ്സ്, ലയബിലിറ്റി ഓർ ക്യാപിറ്റൽ. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമുക്ക് അസറ്റ്സും ലയബിലിറ്റിയും ക്യാപിറ്റലും കണ്ടെത്താൻ സാധിക്കുന്നു. ഇത് ബാലൻസ് ഷീറ്റിന് സമാനമാണ്. അതുകൊണ്ടാണ് ഇവ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ലഭിക്കും എന്ന് പറയുന്നത്. മാർച്ച് 2011 ചോദിച്ച ചോദ്യമാണ്. ഇത് പ്രോഫിറ്റ് ഓർ ലോസ് അണ്ടർ ദ സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് ഫൗണ്ട് ബൈ ഡാഷ് ബേസിസ്. 2014 മാർച്ചിൽ ചോദിച്ച ചോദ്യമാണ്. അതിന്റെ ആൻസർ ഈസ് ആൻ എസ്റ്റിമേറ്റ് എന്നാണ് പറയുന്നത്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ പ്രോഫിറ്റിനെ ഒരു എസ്റ്റിമേറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അല്ലാതെ കൃത്യമായ ഡബിൾ എൻട്രി സിസ്റ്റത്തിലെ പോലെ ആക്യുറേറ്റ് ആണ് എന്ന് വിശേഷിപ്പിക്കാൻ സാധ്യത കുറവാണ്. വിശേഷിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. If the opening capital is less than the closing capital, provided there are no adjustment, the result is profit. The opening capital is less than the closing capital, provided there are no adjustments. അഡ്ജസ്റ്റ്മെന്റുകൾ ഒന്നും ഇല്ല എങ്കിൽ ഉള്ള ക്യാപിറ്റൽ, ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പ്രോഫിറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കാണാം. 5ാമത്തെ ചോദ്യമാണ്. മിസ്റ്റർ സുമേഷ് ഈസ് എ റീറ്റെയിലർ ഹൂസ് റെക്കോർഡ്സ് ആർ ഇൻകംപ്ലീറ്റ്. അപ്പൊ അദ്ദേഹം ഫോളോ ചെയ്യുന്ന സിംഗിൾ എൻട്രി സിസ്റ്റം ആണ്. യു ആർ റിക്വയർഡ് ടു അസർടൈൻ ഹിസ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2011
from the following details. Capital on 1/1/2011 rupees 1 lakh. Capital introduced on 1/7/2011 50,000. Withdrawals by the proprietor during the year rupees 30,000. Capital on 31/12/2011 1,40,000. മാർച്ച് 2012 4 മാർക്കിന് ചോദിച്ച ചോദ്യമാണിത്. നമുക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുമെന്ന് ശ്രദ്ധിക്കാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഫോർമാറ്റ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ ഇയർ എൻഡഡ് 31/12/2011. ക്യാപിറ്റൽ പർട്ടിക്കുലേഴ്സ് എമൗണ്ട് 2 എമൗണ്ട് കോളങ്ങളുണ്ട്. ഇത് ഭംഗിയായി പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് 2 എമൗണ്ട് കോളം കൊടുത്തിരിക്കുന്നത്. പർട്ടിക്കുലേഴ്സ് 2 എമൗണ്ട് കോളങ്ങൾ. ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ 1,40,000. ക്ലോസിംഗ് ക്യാപിറ്റൽ ആണ് 1,40,000. അതിന്റെ കൂടെ ആ വർഷത്തെ ഡ്രോയിങ്സ് ആഡ് ചെയ്യുന്നു. ഡ്രോയിങ്സ് 30,000 രൂപയായിരുന്നു. 1,40,000 കൂടെ 30,000 രൂപയും കൂടെ ആഡ് ചെയ്തപ്പോൾ 1,70,000 രൂപ നമുക്ക് ലഭിച്ചു. അതിൽ നിന്ന് അഡീഷണൽ ക്യാപിറ്റലും ഓപ്പണിംഗ് ക്യാപിറ്റലും കുറയ്ക്കണം. അഡീഷണൽ ക്യാപിറ്റൽ 50,000 ഓപ്പണിംഗ് ക്യാപിറ്റൽ 1,00,000 രൂപയുമാണ്. അതിന്റെ ടോട്ടൽ 1.5 ലക്ഷം രൂപ വരും. അത് 1,70,000 നിന്ന് 1,50,000 കുറയ്ക്കുമ്പോൾ 20,000 രൂപ കിട്ടുന്നു. അത് ആ വർഷത്തെ പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ഡ്യൂറിംഗ് ദ ഇയർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ജയ ബ്രദേഴ്സ് ഈസ് എ സോൾ ട്രേഡർ ഹു ഇൻവെസ്റ്റഡ് rupees 10,000 on 1/1/2012 in his business, and the same was found at rupees 18,000 at the end of the accounting year. He also withdrew rupees 6,000 for his private use. Ascertain his profit for the year. അപ്പോൾ ജയ ബ്രദേഴ്സ് ഒരു സോൾ പ്രൊപ്രൈറ്റർ സ്ഥാപനമാണ്. അദ്ദേഹം ബിസിനസ് തുടങ്ങാനായിട്ട് 10,000 രൂപ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 18,000 രൂപയാണ്. അദ്ദേഹം പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി 6,000 രൂപ ബിസിനസ്സിൽ നിന്ന് പിൻവലിച്ചു. എങ്കിൽ അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടെത്തുക. 2014 മാർച്ചിൽ ചോദിച്ച ചോദ്യമാണ്. ഹെഡിങ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ ഇയർ എൻഡഡ് 31/12/2012. പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ 18,000. ഡ്രോയിങ്സ് ആഡ് ചെയ്യുന്നു 6,000. അങ്ങനെ ടോട്ടൽ നമുക്ക് 24,000 കിട്ടി. അതിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ ആയ 10,000 രൂപ കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് 14,000 കിട്ടി. അതിനെ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് കടക്കാം. അബു ഡസ് നോട്ട് ഫോളോ എനി പെർഫെക്റ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. അബു ഒരു കൃത്യമായ അക്കൗണ്ടിങ് സിസ്റ്റം ഫോളോ ചെയ്യാത്ത ഒരു ബിസിനസ്മാൻ ആയിരുന്നു. ഹി ഗീവ്സ് യു ദ ഫോളോയിങ് ഇൻഫർമേഷൻ. അദ്ദേഹത്തിന്റെ ഇൻഫർമേഷൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഓപ്പണിംഗ് ക്യാപിറ്റൽ 30,000. പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ബിസിനസ്സിൽ നിന്ന് പിൻവലിച്ചത് 11,000. ബിസിനസ് ആവശ്യം ബോറോയിങ്സ് ഫ്രം ബിസിനസ് പർപ്പസ്. ബിസിനസ് ആവശ്യത്തിന് പിൻവലിച്ചത് 10,000 രൂപ. ക്ലോസിംഗ് ക്യാപിറ്റൽ 49,000 രൂപ. പ്രോഫിറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം അദ്ദേഹം ഫോളോ ചെയ്യുന്നത് അക്കൗണ്ടിങ് മെത്തേഡിന്റെ പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2015 സേ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണിത്. ഉത്തരത്തിലേക്ക് നമുക്ക് കടക്കാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് പർട്ടിക്കുലേഴ്സും 2 എമൗണ്ട് കോളങ്ങളും. ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് 49,000. അതിനോടൊപ്പം തന്നെ ഡ്രോയിങ്സ് ആഡ് ചെയ്യുന്നു 11,000. അങ്ങനെ 60,000 രൂപ ലഭിച്ചു. അതിൽ നിന്ന് അഡീഷണൽ ക്യാപിറ്റൽ 10,000 രൂപയും. അഡീഷണൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് ആവശ്യത്തിന് പിൻവലിച്ചു എന്ന് പറയുന്ന തുകയാണ് ഉദ്ദേശിക്കുന്നത്. അഡീഷണൽ ക്യാപിറ്റൽ അതിന്റെ കൂടെ ഓപ്പണിംഗ് ക്യാപിറ്റലായി 30,000 കൂടെ ലെസ് ചെയ്യുന്നു. അങ്ങനെ മൊത്തം 40,000 രൂപ ലെസ് ചെയ്യുന്നു. 60 നിന്ന് 40,000 കുറഞ്ഞപ്പോൾ 20,000 കിട്ടി. അതിനെ പ്രോഫിറ്റ് എന്ന് വിളിച്ചു. ഇദ്ദേഹം ഫോളോ ചെയ്ത സിസ്റ്റം എന്ന് പറയുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റം ആണ്. രണ്ടാമത്തെ ബി എന്ന ചോദ്യത്തിന്റെ ഉത്തരം സിംഗിൾ എൻട്രി സിസ്റ്റം എന്നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. കൺസിഡർ ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഫ്രം ദ ബുക്സ് ഓഫ് മിസ്റ്റർ സിദ്ദിഖ്. പ്രോഫിറ്റ് ഫോർ ദ ഇയർ എൻഡഡ് 60,000. അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് 50,000 50,000 രൂപ. ഡ്രോയിങ്സ് 30,000 രൂപ. ക്ലോസിംഗ് ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ 2 ലക്ഷം. ഫൈൻഡ് ദ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ഹിം അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ. ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്താനാണ് പറയുന്നത്. ഇത്ര നേരം നമ്മൾ ഇങ്ങനെ തന്ന ഇൻഫർമേഷനിൽ നിന്നും പ്രോഫിറ്റ് ആണ് കണ്ടുപിടിച്ചത്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്താനാണ്. മാർച്ച് 2016 ചോദ്യമാണ്. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന സ്റ്റേറ്റ്മെന്റിലൂടെ തന്നെയാണ് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. പർട്ടിക്കുലേഴ്സും 2 എമൗണ്ട് കോളവും.
ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ 2 ലക്ഷം, ഡ്രോയിങ്സ് ആഡ് ചെയ്യുന്നു 30,000, അങ്ങനെ 2,30,000. അതിന്റെ കൂടെ അഡീഷണൽ ക്യാപിറ്റലും ഓപ്പണിംഗ് ക്യാപിറ്റലിലൂടെയാണ് സാധാരണ ആഡ് ചെയ്യുന്നത്. ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്തേണ്ടിയിരിക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് അഡീഷണൽ ക്യാപിറ്റലും ഓപ്പണിംഗ് ക്യാപിറ്റലും കൂടെ ലെസ് ചെയ്യുകയാണ് പതിവ്. ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല, പകരം പ്രോഫിറ്റ് ഉണ്ട്. പ്രോഫിറ്റും അഡീഷണൽ ക്യാപിറ്റലും കൂടെ ടോട്ടൽ എടുത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്നതിൽ നിന്നും ലെസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ്, ഓപ്പണിംഗ് ക്യാപിറ്റൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് 2 ലക്ഷം, അതിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്തു 2,30,000. അതിൽ നിന്ന് അഡീഷണൽ ക്യാപിറ്റലും പ്രോഫിറ്റും ലെസ് ചെയ്യുകയാണ്. അവയുടെ ടോട്ടൽ 1,10,000 രൂപ. അങ്ങനെ 2,30,000 നിന്നും 1,10,000 കുറയ്ക്കുമ്പോൾ 1,20,000 കിട്ടും. അതാണ് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് എന്ന് പറയുന്നത്, തുടക്കത്തിലെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മിസ്റ്റർ കിരൺ, എ സോൾ ട്രേഡർ, ഡസ് നോട്ട് കീപ്പ് എ ഫുൾ റെക്കോർഡ്സ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. However, the following information is available. You are required to calculate credit sales, credit purchase by the preparing total debtors account, total creditors account, and also show the bills receivable account and bills payable account. Balance on 1st January 2010. Total debtors 57,200. Bills receivable 4,000. ഓപ്പണിംഗ് ബാലൻസുകളാണ് ഇവിടെ തന്നിരിക്കുന്നതല്ല. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് 26,400. ബിൽസ് പേയബിൾ 2,500. ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് 70,250. ഡിസ്കൗണ്ട് അലൗഡ് ബൈ ദ സപ്ലയർ, സപ്ലയേഴ്സിന് ഡിസ്കൗണ്ട് അനുവദിച്ചത് 2,650. ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ് 1,35,400 രൂപ. ഡിസ്കൗണ്ട് അലൗഡ് ടു കസ്റ്റമേഴ്സ് 4,200 രൂപ. റിട്ടേൺസ് ഫ്രം കസ്റ്റമേഴ്സ് 1,625 രൂപ. റിട്ടേൺ ടു സപ്ലയേഴ്സ് 1,330 രൂപ. ബാഡ് ഡെറ്റ് റിട്ടേൺ ഓഫ് 3,540 രൂപ. ക്യാഷ് റിസീവ്ഡ് അഗൈൻസ്റ്റ് ബിൽസ് റിസീവബിൾ 14,200. പേയ്മെന്റ് മെയ്ഡ് അഗൈൻസ്റ്റ് ബിൽസ് പേയബിൾ 7,000. ബിൽസ് റിസീവബിൾ ഡിസോണേഡ് 1,100. ബാലൻസ് ഓൺ 31st December 2010. ടോട്ടൽ ഡെറ്റേഴ്സ് 55,600. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് 28,400. ബിൽസ് റിസീവബിൾ 1,000. ബിൽസ് പേയബിൾ 3,000. 8 മാർക്കിന് സേപരീക്ഷ 2012 ചോദിച്ച ചോദ്യമാണിത്. നമുക്ക് ആൻസറിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്. അവിടെ തന്നിരിക്കുന്ന ഫോർമാറ്റിലെ അനുസരിച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് എടുത്തെഴുതിയാൽ മാത്രം മതിയാവും. ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ 4,000 രൂപ. ഇനിയും ക്രെഡിറ്റ് സൈഡിലെ ഐറ്റംസ് ബൈ ക്യാഷ്, ബിൽസ് റിസീവബിളിൽ നിന്ന് കിട്ടിയത് ക്യാഷ് 14,200. ബൈ ഡെറ്റേഴ്സ് ഡിസോണർ ആയ ബില്ലുകൾ 1,100. ബൈ ബാലൻസ് ക്യാരി ഡൗൺ 1,000 രൂപ. ക്ലോസിംഗ് ബാലൻസ് ആണ്. ഇത് മൊത്തം കൂടിയ 16,300. അത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. അതിൽ നിന്ന് 4,000 കുറച്ചപ്പോൾ 12,300. ഇതാണ് ഡെറ്റേഴ്സിലെ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ ഉപയോഗിക്കുന്ന ഫിഗർ. ഇനി നമുക്ക് ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിലേക്ക് കടക്കാം. അവിടെ ഓപ്പണിംഗ് ബാലൻസ് 57,200. ടു ബിൽസ് റിസീവബിൾ ഡിസോണേഡ് 1,100. ഇനി ക്രെഡിറ്റ് സൈഡിലെ ഐറ്റം ക്യാഷ് 1,35,400. ഡിസ്കൗണ്ട് അലൗഡ് 4,200. സെയിൽസ് റിട്ടേൺ 1,625. ബാഡ് ഡെറ്റ് 3,540. ബിൽസ് റിസീവബിൾ 12,300 രൂപ. ക്ലോസിംഗ് ബാലൻസ് 55,600. അക്കൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ 2,12,665 എന്ന് കിട്ടുന്നത്. ഡെബിറ്റ് സൈഡിൽ എഴുതി അതിൽ നിന്ന് ഈ രണ്ട് ബാലൻസുകൾ മൈനസ് ചെയ്യുമ്പോൾ 1,54,365 എന്ന് ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസ് നമ്മൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മളുടെ ചോദ്യത്തിലെ ഒരെണ്ണത്തിന്റെ ഉത്തരമായി ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസ്. ഇനി ബിൽസ് പേയബിൾ അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് 2,500. ടു ക്യാഷ് 7,000 രൂപ. ക്ലോസിംഗ് ബാലൻസ് 3,000 രൂപ. അപ്പോൾ ഇവിടെ 10,000 ഇതിവിടെയും എഴുതി ബാലൻസ് ചെയ്യുമ്പോൾ 7,500 ബൈ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ വേണ്ട ഫിഗർ ആണ്. അടുത്തതായി ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ 26,400. ടു ക്യാഷ് 70,250. ഡിസ്കൗണ്ട് റിസീവ്ഡ് 2,650. പർച്ചേസ് റിട്ടേൺ 1,330. ബിൽസ് പേയബിൾ 7,500. ടു ബാലൻസ് ക്യാരി ഡൗൺ 28,400. അക്കൗണ്ടിന്റെ ടോട്ടൽ 1,10,130. അതിൽ നിന്ന് 26,400 കുറയ്ക്കുന്നു. ബാക്കി 83,730 ക്രെഡിറ്റ് പർച്ചേസ്. ഓക്കെ, അടുത്തത് എടുക്കുന്ന 10ാമത്തെ ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ്. ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് 75,000. ഡ്രോയിങ്സ് 12,000. പ്രോഫിറ്റ് 20,000. മാർച്ച് 2013 ചോദ്യമാണ്. അത് കാണാനുള്ള ഇക്വേഷൻ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് പ്ലസ് ഡ്രോയിങ്സ് മൈനസ് പ്രോഫിറ്റ്. അപ്പോൾ ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് 75,000. ഡ്രോയിങ്സ് 12,000. അത് രണ്ടുകൂടെ ആഡ് ചെയ്തു മൈനസ് 20,000.
അങ്ങനെ 87,000 20,000 രൂപ കുറയുമ്പോൾ 67,000 രൂപ കിട്ടും. അതാണ് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് എന്ന് പറയുന്നത്, ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് വിശേഷിപ്പിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിമൽ സ്റ്റാർട്ടഡ് എ ബിസിനസ് ഓൺ 1st January 2014 with an investment rupees 1,60,000. He does not maintain proper books of accounts of his business. During the year 2014, he withdrew rupees 2,000 for personal use and introduced rupees 10,000 for fresh capital. His position of assets and liabilities as on 31st December 2014. Cash in hand 15,000, bills receivable 20,000, creditors 35,000, bank balance, overdraft balance rupees 15,000, furniture 30,000, building 80,000, stock in trade 55,000, debtors 40,000. Prepare statement of profit and loss for the year ended 31st December 2014, provided that depreciation on furniture is to be charged at 10%. 2017 മാർച്ചിലെ 6 മാർക്കിന് ചോദിച്ച ചോദ്യമാണ് ഇത്. നമുക്ക് ചെയ്യുന്നത് ശ്രദ്ധിക്കാം. ഇവിടെ ആദ്യമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ ലഭിക്കുകയുള്ളൂ. ഇത് കിട്ടിയാലേ നമുക്ക് പ്രോഫിറ്റ് കാണുന്നതിന് ഉപയോഗിക്കാനുള്ള ക്യാപിറ്റൽ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുക. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്നത് ബാലൻസ് ഷീറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ലയബിലിറ്റീസ് എമൗണ്ട്, അസറ്റ്സ് എമൗണ്ട് എന്ന് തന്നെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലെ ലയബിലിറ്റീസും അസറ്റ് സൈഡിൽ എഴുതുന്നത് ഐറ്റംസും കൂടെ എഴുതുക. എന്നിട്ട് ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ ആയിരിക്കും ക്യാപിറ്റൽ. അപ്പോൾ അസറ്റ് സൈഡിലെ ക്യാഷ് ഇൻ ഹാൻഡ് 15,000, സ്റ്റോക്ക് ഇൻ ട്രേഡ് 55,000, ബിൽസ് റിസീവബിൾ 20,000, ഡെറ്റേഴ്സ് 40,000, ഫർണിച്ചർ 30,000, ബിൽഡിംഗ് 80,000, ടോട്ടൽ 2,40,000 രൂപ. ഇവിടെ ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് 35,000, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 15,000. ഇപ്പൊ 2,40,000 നിന്ന് 35,000, 15,000, 50,000, 50,000 കുറയ്ക്കുമ്പോൾ നമുക്ക് 1,90,000 കിട്ടും. ഇതാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത് കിട്ടിയത് കൊണ്ട് നമുക്ക് ഇനിയും പ്രോഫിറ്റ് കണ്ടെത്താൻ എളുപ്പമാണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, പർട്ടിക്കുലേഴ്സ് 2 എമൗണ്ട് കോളം, ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് 1,90,000, അതിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്യുന്നു 20,000, അങ്ങനെ 2,10,000 നമുക്ക് ലഭിച്ചു. അതിൽ നിന്ന് ലെസ് ചെയ്യാനുള്ള ഐറ്റംസ് അഡീഷണൽ ക്യാപിറ്റൽ 10,000, ഓപ്പണിംഗ് ക്യാപിറ്റൽ 1,60,000, ഡിപ്രീസിയേഷൻ 10% എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫർണിച്ചറിന്റെ വില 30,000 ആണ്. അതിന്റെ 10% 3,000 രൂപയാണ്. അത് മൂന്നും കൂടെ കൂട്ടി 1,73,000 രൂപ നമ്മൾ 2,10,000 നിന്ന് കുറയ്ക്കുമ്പോൾ 37,000 രൂപ പ്രോഫിറ്റ് കിട്ടും. ഇതാണ് ഇങ്ങനെയുള്ള ഈ ചാപ്റ്ററിലെ ഇത്രയും വിവരങ്ങൾ നിങ്ങൾ നന്നായി പഠിക്കുകയാണെങ്കിൽ ഈ ചാപ്റ്ററിലെ മുഴുവൻ ക്വസ്റ്റ്യന്റെയും ആൻസർ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. എല്ലാവരും നന്നായി പഠിക്കുക, മുഴുവൻ മാർക്കും വാങ്ങുക. എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങൾക്ക് അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അവ കമന്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. തുടർന്നുള്ള വീഡിയോകളിലൂടെ അക്കൗണ്ടൻസിയുടെ തുടർന്നുള്ള ചാപ്റ്റേഴ്സും ബിസിനസ് സ്റ്റഡീസിന്റെയും ഇക്കണോമിക്സിന്റെയും ചാപ്റ്റേഴ്സും കൂടെ ആഡ് ചെയ്യപ്പെടുന്നതാണ്. കാണുക, പഠിക്കുക, മുഴുവൻ മാർക്കും വാങ്ങി അക്കൗണ്ടൻസിയിൽ കൊമേഴ്സിൽ ഉന്നത വിജയം കരസ്ഥമാക്കുക. താങ്ക് യു.